ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മിനി വ്ളോഗ് ഞങ്ങളുടെ വിഷു ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ 4:45 ഞങ്ങൾ കണിയൊക്കെ കണ്ടത്. കണിയൊക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ സാമ്പാറും അവിയലും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കാളനും പുളിഞ്ചിയും അച്ചാറൊക്കെ മുന്നേ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പേരിയൊക്കെ കാച്ചി, ഉപ്പേരി പപ്പടം അതേപോലെ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചു. പിന്നെ അമ്മ വിഷുക്കട്ടയ്ക്കുള്ളത് ഒരുക്കുമായിരുന്നു. പിന്നെ അച്ഛനും ചേട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷുക്കായി നീട്ടം തന്നു, വിഷൊക്കെ ചെയ്തു. വിഷുക്കട്ട കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും ഗുരുവായൂർക്ക് പോവുകയാണ്. എൻ്റെ അമ്മ തയ്ച്ചത് തന്നെയാണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ ഗൈസ്? എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എന്ന് പറയണേ. പിന്നെ ചേച്ചി വന്നു. ചേച്ചി എല്ലാവർക്കും വിഷുക്കൈ നീട്ടം തന്നു. ചേച്ചിക്ക് വിഷുക്കൈ നീട്ടം കൊടുത്തു. പിള്ളേർക്കും ചേച്ചിക്കൊക്കെ വിഷുക്കൈ നീട്ടമൊക്കെ ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ വിഷൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പോയി പടക്കമൊക്കെ പൊട്ടിച്ചു. ഞാൻ പടക്കം പൊട്ടിക്കഴിയുമ്പോഴാണ് ഫോട്ടോ എടുത്തത്. പിന്നെ റെഡിയായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇതൊരു ചടങ്ങാണല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ വഴി ശരിയാക്കണ കാരണം കൊണ്ട് അവിടെ കാർ വാഷിൻ്റെ അവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ എൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്പൂർക്കാവ് അമ്പലം 28-ാം തീയതി നമ്പൂർക്കാവ് അമ്പലത്തിലെ പൂരാണ്. അപ്പോൾ ഇനി അതിൻ്റെ വ്ളോഗൊക്കെ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലൊരു ലഡ്ഡു പൊട്ടുമല്ലോ, എത്തി. പിന്നെയാണ് അവിടെ അച്ഛനമ്മ ഇല്ലേ എന്ന് വിചാരിച്ചു. അവരവിടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വിഷുക്കണി അമ്മ ഒറിജിനൽ പൂ കിട്ടാത്ത കാരണം ഡ്യൂപ്ലിക്കേറ്റ് പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവിടെ അച്ഛനമ്മയ്ക്കും എന്താ പറയുക വിഷുക്കൈ നീട്ടം കൊടുത്ത് അവർ ഞങ്ങൾക്കും വിഷുക്കൈ നീട്ടമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷു ഈ വർഷത്തെ വിഷു അടിപൊളിയായി എന്ന് പറയാം. അമ്മയുടെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ മത്ത് പിടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ഇടിവെട്ടും മഴയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓപ്പയും മോളും വൈഫും ഉണ്ടായിരുന്നു. അവർ പോയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴ. ഞങ്ങൾ എവിടേക്കും പോയില്ലേ, വീട്ടിൽ തന്നെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.